ഒന്നും ഉഷാറായിട്ട് ചിരിക്കടാ. ഇത് പാർട്ടി സ്റ്റോറിന്റെ ഫോട്ടോഷൂട്ടാണ്, അല്ലാതെ ശവപ്പെട്ടിക്കടയുടെ അല്ല. ആ അത്രയും വേണ്ട, കുറച്ച് കുറക്കി. ആ ഇത് കുഴപ്പമില്ല. 5 രൂപയ്ക്ക് അഭിനയിക്കാൻ പറയുമ്പോൾ 500 രൂപയ്ക്ക് അഭിനയിക്കരുത്. ഇതാണ് ഒരു മോഡൽ ആദ്യം പഠിക്കേണ്ട പാഠം. ഗോട്ട് ഇറ്റ്? ആ എന്നാ പോസ് ചെയ്ത്. ഹാ റെഡി? പോരടാ. കഴിഞ്ഞ ഇങ്ങനെ പോരെന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൊള്ളാല്ലേ? ഫോട്ടോഷൂട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എനിക്കൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ഫസ്റ്റ് ലുക്കിൽ തന്നെ പാർട്ടി സ്റ്റോർ ആണെന്നുള്ള ക്യാച്ച് ചെയ്യണം. അല്ലാണ്ട് ഒരുമാതിരി കൂതറ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ പരസ്യം പോലെ ആവരുത്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ചില ഈ കാറ്ററിംഗ് കമ്പനികളുടെയൊക്കെ സ്റ്റിൽസ് ഇല്ലേ, അതൊക്കെ പോലെ. നിങ്ങളുടെ പാർട്ടി സ്റ്റോറില്ലേ, പാർട്ടി നടത്തുന്ന ക്ലയൻസ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അപ്രൂവ് ചെയ്യില്ലേ? അല്ല, അത് ഒഴിവാക്കി സ്വയം പാർട്ടി നടത്താനല്ല ആൾക്കാർ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്നത്. എനിക്കിട്ട് പണിയാനായിട്ട് എൻ്റെ ഓഫീസിൽ എൻ്റെ മോനെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യണം. അങ്ങനെയല്ല സാർ. പിന്നെ എങ്ങനെയല്ലെന്ന്? കുട്ടിക്കുറങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കാന്ന് കേട്ടിട്ടുള്ളൂ ഞാൻ. നിന്നല്ല കൂട്ടാ സാർ, അങ്ങനെ അല്ലത്. ഇതിനല്ലേ അക്കീം പറഞ്ഞതിപ്പോ. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകേണ്ട പരിപാടിയാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നടക്കൂല കൂട്ടാ. സാർ, എൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്ന സ്പെൻഡ് ചെയ്ത് പാർട്ടി നടത്താൻ താല്പര്യമുള്ള കസ്റ്റമറിനെ ഞാൻ ഇങ്ങോട്ട് വിടുന്നു. അതുപോലെ ഇവിടേക്ക് വരുന്ന ഒരു കസ്റ്റമറിന് ഇവന്റ് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടി ഐറ്റംസ് വാങ്ങാനായിട്ട് സാറിൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് വിടും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഗിവ് ആൻഡ് ടേക്ക്. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ല, പക്ഷെ ഓൾറെഡി പാർട്ടി പ്ലാൻ ചെയ്തവരല്ലേ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെ? അങ്ങനെയുള്ള ഒരുത്തിനെ ഞാൻ എൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് അടുപ്പിക്കില്ല. പോരെ പോരെ. അല്ലളിയാ, നീ ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കും. ഒരു വേണ്ടാത്ത സംശയങ്ങളും. ചിരിച്ചോ? താടി അതിലേക്ക് വരും. കുറച്ചുകൂടെ അടുത്ത് നോക്കിയോളൂ. കണ്ണ് ഓപ്പൺ ചെയ്തിട്ട് കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കായിരിക്കും. ഭാഗ്യത്തിന് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇല്ലേ? ഞാൻ ആദ്യം പറയാം, സർജറി ചെയ്താണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഉറപ്പാണോ ഡോക്ടർ? സർജറി കഴിഞ്ഞ ദിയാജിക്ക് കാണാൻ പറ്റുമോ? അയ്യോ പിന്നെന്താ, സാധാരണ ഒരു സർജറിക്ക് 90% വിജയ സാധ്യതയാണ് ഉള്ളത്. ഇയാളുടെ കാര്യത്തിൽ 100% ആണ്. ഇയാൾക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാവുന്നില്ലല്ലോ. 100% ബ്ലൈൻഡ് അല്ലേ? അല്ലടോ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് കോസ്റ്റ് ആവുമായിരിക്കും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പോവാം. അവിടെ ഇരുന്ന് എന്താ ഡോക്ടർ പ്രശ്നം? കോസ്റ്റ് അല്ല, വിദേശത്ത് പോകേണ്ടി വരുമായിരിക്കും. എനിക്ക് പാസ്പോർട്ടും ഇല്ല. നമുക്ക് പോവാൻ സമയം. ആരാ ഡോണർ? ദ്രോണർ, ആ അമ്പൊക്കെ നന്നായിട്ട് ചെയ്യുന്ന പുള്ളിയല്ലേ ഡോണർ? ആര് കണ്ടുവരുന്നു? എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ? ഞാൻ തരാം. നിന്റെ എക്സ്ട്രാ കണ്ണുണ്ടോ? ഞാൻ എന്റെ കണ്ണ് തരാം. അപ്പൊ നിനക്ക് കണ്ണ് വേണ്ടേ? അതിനെനിക്ക് ഒരു കണ്ണ് പോരെ. എന്താ ഡോക്ടർ, അങ്ങനെ പറ്റില്ലേ? പിന്നെ ധാരാളം. ഒരു ശ്വാസകോശം കൊണ്ട് ആൾക്കാർ ജീവിക്കുന്നു. അപ്പൊ പിന്നെ ഒരു കണ്ണുകൊണ്ട് ജീവിക്കാനാണോ ബുദ്ധിമുട്ട്? അല്ല, കണ്ണ് പക്ഷെ സ്പോഞ്ച് പോലല്ലോ. പക്ഷേ കണ്ണ് കൊടുക്കുന്ന ആളുടെ കാഴ്ചയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പം മറ്റേ കണ്ണിന്റെ കാഴ്ച കൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും വേണ്ടത്. അവന് നല്ല വിഷമമുണ്ട്, ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ? എങ്ങനെ? നീ വെറുതെ ജനറലൈസ് ചെയ്ത് പറയണ്ട. എല്ലാം കണക്ക് തന്നെ. എന്താ നിനക്കും പണി കിട്ടിയ ആരാള്? അനെ വേറെ ആളെ നോക്കിക്കോ. ഞാൻ എന്തായാലും ആ പണിക്ക് പോകൂല. നമുക്ക് കാണാം. നീ ഒരു ദിവസം തലകുത്തി വീഴൂട്ടാ, അന്ന് ഇതന്നെ പറയണം. മനസ്സിലായി? അല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വഴി ഉണ്ടാക്കേണ്ട സാറിന്റെ സ്റ്റാഫാണ്. അല്ല, ലക്കിയല്ല, DIG. അവനല്ല എന്റെ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഓ ദാറ്റ്സ് ഗ്രേറ്റ് യാർ. അല്ല, ഞാൻ അവയുടെ പടത്തിലെ എൻ്റെ മോന് വല്ല റോൾ ഉണ്ടെന്ന് ചോദിച്ചാ. അല്ല, നോക്കാന്ന് പറഞ്ഞു. വാവ്, കോൾ അടിച്ചല്ലോ നീരജ് കുട്ടാ. അപ്പൊ സാറിന് ഒരു ഷൂട്ടില് 2 പക്ഷി, ഒരു റോളും ഒരു ഓളും.
അവിനാശ് വിചാരിച്ച ശരിക്കും 3 പക്ഷിയാക്കാൻ പറ്റും. ഒരാളും കൂടി ചാൻസ് ചോദിക്കാൻ നടക്കുന്നുണ്ട്. ചമ്മോ എന്നുള്ള ഡൗട്ട് ഉള്ളത് കൊണ്ട് പുള്ളി ചോദിക്കാണ്ടിരിക്കുന്നതാണ്. ആരാ? ഇപ്പൊ ചാൻസ് കിട്ടിയ കുട്ടിയില്ലേ, പുള്ളിയുടെ ഫാദറാണ്. ആരടാ? സാറോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നും സീരിയസ് ആയിട്ട്. അത് മതിയില്ലടാ. എന്നാലും സാറിന്റെ ഉള്ളിലൊരു യഥാർത്ഥ കലാകാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും അറിഞ്ഞില്ല. ലോകം അറിഞ്ഞോളൂ, ലോകം അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഡയറക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല അത് നമുക്ക് നോക്കാം. താങ്ക് യു അവിനാശ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ സിനിമയിൽ അഭിനയിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കഥാപാത്രമായിട്ട് ജീവിക്കും, ജീവിച്ച് തകർക്കും. നോർമലാണ്.